ഹായ് ഓൾ. നിങ്ങളിൽ പലരെങ്കിലും ഈ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാകും. 8 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് മരുന്ന് മാറി നൽകിയിട്ട് ഗുരുതര അവസ്ഥയിലാണെന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡോക്ടർ എഴുതിയിട്ടുള്ളത് പാരസെറ്റമോൾ സിറപ്പും, പക്ഷേ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത് പാരസെറ്റമോൾ ഡ്രോപ്സും ആണ്. ഇതിൻ്റെ ഈ ന്യൂസിൻ്റെ താഴത്ത് വന്ന കമൻസോ കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പലരും പലതും എടുത്തിട്ടുള്ളത് തെറ്റായ രീതിയിലാണെന്നത് ഈ കമൻസ് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. കാരണം അവരൊക്കെ പറയുന്നത് ഈ ഡോക്ടേഴ്സ് ഒരിക്കലും ഒരു 8 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് പാരസെറ്റമോൾ സിറപ്പ് എഴുതില്ല, ഡ്രോപ്സ് മാത്രമേ കൊടുക്കൂ. ഇത് മീഡിയ തെറ്റായ രീതിയിലാണ് ന്യൂസ് കൊടുക്കുന്നത്, തെറ്റായ രീതിയിലാണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഴുതിയിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഡോക്ടറായാലും ഫാർമസിസ്റ്റ് ആയാലും ഒരു കുട്ടിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ കുട്ടിയുടെ വയസ്സ് നോക്കിയിട്ടല്ല ഒരിക്കലും. ആ കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഒരു കുട്ടിയുടെ ഡോസ് പറയും, മരുന്നിനുള്ള ഡോസ് കൊടുക്കുക. അപ്പം ഈ കുട്ടിക്ക് ചിലപ്പം വെയിറ്റ് ഉണ്ടായിരിക്കും, അതായിരിക്കും പാരസെറ്റമോൾ സിറപ്പ് 5 ml ഡോക്ടേഴ്സ് എഴുതിയിട്ടുള്ളത്. ഇവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ ഈ പാരസെറ്റമോൾ ഡ്രോപ്പിൽ 1 ml 100 mg ഉണ്ടായിട്ടുണ്ടാവും. സിറപ്പാണെങ്കിൽ 5 ml 250 mg അല്ലെങ്കിൽ 5 ml 125 mg മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഡ്രോപ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ 5 ml ഒരു നേരം കൊടുത്തപ്പം ഒരു സമയം തന്നെ 500 mg അകത്ത് കയറി. അതായത് നമ്മളൊക്കെ കഴിക്കുന്ന അതേ ഡോസ് ഒരു നേരം. അപ്പം ഒരു 4 നേരം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് 2 ഗ്രാമോളം ഒരു ദിവസം ഈ കുട്ടിക്ക് കിട്ടി. അങ്ങനെ ഈ 3-4 ദിവസം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയായിരിക്കും ഈ കുട്ടിക്ക് ലിവറിന് വരെ ഇത് ബാധിച്ചത്. കാരണം ഈ പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമല്ല. അത് ലിവറിന് വരെ ബാധിക്കുന്ന, ഓവർ ഡോസ് ആയാലും ലിവറിന് വരെ ബാധിക്കുന്ന ഒരു മെഡിസിനാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ കുട്ടികൾക്ക് മരുന്നൊക്കെ ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക. ഡോക്ടറിനോട് ഇപ്പം സിറപ്പാണോ ഡ്രോപ്സ് ആണോ എന്ന് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ചിട്ട് വായിച്ച് നോക്കി ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ.